കേരളത്തിൽ സോംബി വൈറസ് വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ നടക്കുമെന്നറിയാമോ? ആദ്യം ഒരു ഫീവർ പോലെ തോന്നും. എല്ലാവരും അത് നോർമൽ വൈറൽ ഫീവർ എന്ന് വിചാരിച്ച് അവഗണിക്കും. പക്ഷെ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ഇൻഫെക്റ്റഡ് ആയവരുടെ ബിഹേവിയർ മാറി വയലന്റായി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഡോക്ടേഴ്സ്ക്ക് ഇത് എന്ത് ഡിസീസാണ് എന്ന് മനസ്സിലാവില്ല. സിറ്റുവേഷൻ സീരിയസ് ആവാം. ന്യൂസ് ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ വൈറലാവാം. ജനങ്ങൾ പാനിക്കായി തുടങ്ങും. ഗവൺമെന്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. എറണാകുളം പോലെയുള്ള എല്ലാ ജില്ലകളിലും റെസ്ട്രിക്ഷൻസ് വരും. സ്കൂളുകൾ, ഓഫീസുകൾ എല്ലാം ക്ലോസ് ചെയ്യും. പബ്ലിക് ട്രാൻസ്പോർട്ട് കുറയ്ക്കും. പക്ഷേ ഇൻഫെക്റ്റഡ് ആയവരുടെ ബൈറ്റ് വഴി വൈറസ് കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടാകും. പോലീസ്, ആർമി ഡിപ്ലോയ് ചെയ്യും. ക്വാറന്റൈൻ ഏരിയകൾ സെറ്റ് ചെയ്യും. ഇൻഫെക്റ്റഡ് ആയവരെ ഐസൊലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ കേസുകൾ ഫാസ്റ്റായി കൂടും. ആളുകൾ ഷോപ്പുകളിലേക്ക് ഓടും. ഫുഡ്, വാട്ടർ, മെഡിസിൻ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഷോർട്ടേജ് തുടങ്ങും. ഗവൺമെന്റ് സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ഇംപ്ലിമെന്റ് ചെയ്യും. ആരൊക്കെ സേഫാണ്, ആരൊക്കെ ഇൻഫെക്റ്റഡ് ആണ് എന്ന് അറിയാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ?